എടാ ഇവിടുന്ന് സ്ട്രൈറ്റ് വിട്ട് റൈറ്റ് കട്ട് പണിയാൻ ഒരുപാട് കാണാനുണ്ടോ. അങ്ങോട്ട് പോവാം. മേളിലൊരു പള്ളിയുണ്ട്, പള്ളിയിലൊന്ന് നമസ്കരിക്കാൻ പോകണം. ഓക്കെ, ഇപ്പോൾ നമ്മളുള്ളൊരു ഇത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. പൂമ്പാറ പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. പക്ഷേ ഇത് ക്ലോസ് ആണ്, ആരും ഇല്ലെന്ന് തോന്നുന്നു. ലീവാണോ? ഇത് ATM, ഹിറ്റാച്ചി ATM. ഇവിടുന്ന് റൈറ്റ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരപ്പൂപ്പന്മാരിരിക്കുന്നു. വണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന സംഭവങ്ങൾ കൊള്ളാം. വെരി വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഉഷാറാണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം കോവിൽ. അയ്യോ, ഭയങ്കര ബാഡ് സ്മെല്ല്. അവിടെ ഒരു പള്ളി ഉണ്ടോ? ഞാൻ പള്ളി ഇപ്പോൾ നിസ്കരിക്കട്ടെ. ഹേയ്, ചെക്കൻ ലോറിയും കൊണ്ട് ഇവിടെ പോകുന്നു കേട്ടോ. മോനെ കിച്ചൻ ഒരു രക്ഷയില്ല. അടിപൊളി. ഇത് നമുക്ക് ആ പള്ളിയിലാണ് പോകേണ്ടത്. പൂമ്പാറ പള്ളിയിൽ ഒരു നമസ്കാരം. ഇന്നലെ ഒന്നും നിസ്കരിച്ചതേ ഇല്ല കേട്ടോ. ഭയങ്കര മടിയായി പോയി. മടി മീൻസ് ടൈമൊന്നുമില്ല. എടാ എത്ര വയസ്സ് ഇരിക്കടാ നിനക്ക്? എത്ര വയസ്സ് ഇരിക്കടാ? തപ്പാ പേசுறா இந்த பையன். സോറിതാ. നീ നല്ല പയ്യൻ, നല്ല പയ്യൻ. മന്നിച്ചൊക്കെ കുഴപ്പമില്ലടാ. ആ ഓട്ടെ, വേണ്ട. കണ്ടില്ലേ ചെറുക്കൻ? കാണിക്കണോ? കാണിക്കാൻ ഫോട്ടോ എടുക്കാം. നീ എന്താ തപ്പായി പേസേ? അങ്ങനെ പേസക്കൂടാതെ കേട്ടോ. സോറി സൊല്ല്. ആ സോറി. ഫോട്ടോ കാണിച്ചു തരാം. എല്ലാരും യൂസ് പണിക്ക് പ്രശ്നമില്ല കേട്ടോ. കണ്ടോ? തിരിച്ച് പേസ് നിങ്ങളെ കാണാൻ പറ്റും. ഇങ്ങനെ പേസ്. പാട്ട് പാടുറാ. നല്ല പയ്യന്മാരാ. കാണാമോ? അവനും കൂടെ കൊടുക്കണം. അതിനെ തെറി വിളിച്ച് ചെക്കനും കൂടെ കൊടുക്കണം. ഓൺ അടിച്ച്. ഓക്കെ ബസ്. രാമമൂർത്തി. ഓക്കെ രാമമൂർത്തി. കാർത്തി. സൂര്യ. നീ സൂര്യ ഫാനാ? ഓക്കെ പോട്ടെ. ബൈ. ഓക്കെ, അവന്മാരാണ് കേട്ടോ. എൻ്റെ അവൻ വാ എടുത്ത ഉടനെ ഒടാ പുണ്ടാന്ന് നടന്നു പോയതാണ് കേട്ടോ ഈ സാധനം. വാട്ടോ, എൻ്റെ പള്ളി ജീവൻ പോവും കേട്ടോ. அண்ணா இங்கே இந்த சவுண்ட் கேட்குறேன். இங்கே உள்ளாണോ അണ്ണ? ഇവിടെ ഉള്ളതാണോ? இந்த ஏரியா உள்ளாണോ? അല്ല, എന്താ സൗണ്ട് കേൾക്കുന്നത്? എന്താന്ന് தெரியல. டிரான்ஸ்ஃபார்மர்ல சவுண்ட் கேட்குறேன். கொஞ்சம் ஸ்பார்க் ஆகுது டிரான்ஸ்ஃபார்மர்ல. அது ஒன்றும் இல்லை ப்ரோ. அது ஒன்றும் பிரச்சனை இல்லை. ஓகே. വിചാരിച്ച അണ്ണ இந்த ഏരിയയിലെ വെള്ളം. ട്രാൻസ്ഫോമർ സൗണ്ട് കേൾക്കുന്നു കേട്ടോ. ഞാൻ ആകെ കളിച്ച് പൊട്ടിത്തെറിക്കല്ലേ പഠിച്ചത്. ഞാൻ പള്ളിയിലൊന്ന് പോട്ടെ. ചേച്ചി ഇங்கே ഇന്ന് സൗണ്ട് കേൾക്കറേ? ഡേഞ്ചറാ സൗണ്ട് വരുന്നു കേട്ടോ. അയ്യോ, ഇപ്പോൾ ഓക്കെ. പള്ളിയിൽ പോട്ടെ. എന്താ പള്ളി നമസ്കരിച്ചിട്ട് വരാം. അങ്ങനെ പള്ളിയുടെ ഉള്ളിലാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഇപ്പം നമസ്കരിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. ലഗേജൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പോകണം. ഓക്കെ,
ഇന്ന് ഈ ഏരിയയിലാണ് ഫുള്ള് കറക്കം. അപ്പം നോക്കാം നമുക്ക് എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആൾക്കാർ പള്ളി പൊട്ടാൻ. ഓക്കെ, ഞാൻ പോവാം. ഓക്കെ, ഞാൻ പള്ളിയുടെ ഉൾഭാഗം. ഓക്കെ, അങ്ങനെ പള്ളിയിൽ പോയിട്ട് ഇനി ഇതാണ് പള്ളിയിൽ നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ കേട്ടോ. ഈ ട്രാൻസ്ഫോമർ കത്തലാണ്. അപ്പോൾ ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. ഇവിടെയാണ് ഒതു ചെയ്തത്. ഇതാണ് വാഷ്റൂം. ഞങ്ങൾ വാഷ്റൂമിൽ പോട്ടെ. ഓക്കെ, ആരെ ചെരുപ്പ് നോക്കിയില്ല. ചെരുപ്പ് വാഷ്റൂം അങ്ങനെ നമ്മൾ കാണിച്ചു തരാം. സെറ്റപ്പൊന്നുമില്ല, മറ്റേതാ പഴയ ഐറ്റം. ചേച്ചി, இங்க எந்தக்க பார்க்கானுள்ளது தெரியுமா? கோயில் மட்டும்தான். கோயில் மட்டும்தான். ஆமா, விவசாய தோட்டம் தான். விவசாய தோட்டம் எங்க எங்க? ஃபுல்லாவே எந்த வழி இந்த வழி போயா போதும்? எந்த வழி போனாலும் தோட்டத்தை பார்க்கலாம். இந்த இப்படியே போயிட்டு அந்த மேல அந்த வண்டி ஓகே அது நேர போ പോണ പൂര തോട്ടം തന്നെ അല്ലേ? ഓക്കെ, താങ്ക് യു. അങ്ങനെ തോട്ടം ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോകാനാണ് പറഞ്ഞത്. പോയി തോട്ടം പോയി കാണാം. ഇവിടെ അത് മാത്രമേ ഉള്ളൂ കാണാൻ. ഈ കോവിലാണ് എടുത്ത മെയിൻ. ആ കോവിൽ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് തോട്ടം തേടി, കൃഷിത്തോട്ടങ്ങൾ തേടി. അതാണ് പരിപാടി. ഓക്കെ, ഇന്ന് ഫുൾ മഞ്ഞിലുള്ള കളികളായിരിക്കും നമുക്ക്. ഓക്കെ, കോവിലിൻ്റെ എൻട്രൻസ് ഇതും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ എൻട്രൻസ് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വഴി തന്നെ പോകണം. ഇതുണ്ടല്ലേ, ഇത് ഇവിടുന്ന് പൂണ്ടാണ് കേട്ടോ. മധ്യപ്രദേശിൽ പോകുന്ന പൂണ്ടാണ് കേട്ടോ. ഇവിടുന്ന് കൃഷി ചെയ്യുന്നത്. ചോദിച്ചു നോക്കാം. അണ്ണാ, ഇത് ഇங்கே കൃഷി ചെയ്തായിരുന്നു? ഇங்கே കൃഷി ഓക്കെ, വിളയറുതാൻ അതിന് കൃഷി. ഓക്കെ, തമിഴ് தெரியாது. പ്രൊഡക്ഷൻ ഓക്കെ. ഇവിടെ പൂണ്ട് കിട്ടും കേട്ടോ. ഞാൻ തോട്ടങ്ങളിലേക്ക് പോകട്ടെ. ഇവിടെ വിളയുന്നതാണ് കേട്ടോ പൂണ്ട് എന്നാണ് തമിഴ് പറയുന്നത്. നമ്മളവിടെ വെളുത്തുള്ളി. ഹായ്, ഇവിടാണ് വ്യവസായം. ഇത് വ്യവസായം ചെയ്യുന്ന സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതൊക്കെ ഇവിടെയുള്ള വീടുകളാണ്. ഇത് നാട്ടുകോഴി. ഇവിടുത്തെ ചെറിയ കടകളാണ്. ഉഷാറാണ്. ഇതൊക്കെ എന്താ തമിഴ് എഴുതി വെച്ചിരുന്നൊന്നും അങ്ങോട്ട് പുരിയുന്നില്ല. ചാണകം അത് തെറിയും, ചവിട്ടിയാത്താൻ തെറിയും. ഇത് കൃഷി ചെയ്യുന്ന ഏരിയയാണ്. എന്താ കൃഷി ചെയ്യുന്നതെന്ന് അറിയില്ല. ഇത് കട്ട്ളയും കാര്യങ്ങളൊക്കെ വുഡ് വർക്കാണ്. നോക്കി നടങ്ങി ചാണാത്തി. താത്താ ഹായ്. എന്നെ കൃഷി ചെയ്യുന്നതാണോ ഇത്? ക്യാരറ്റാ? ഇപ്പം സീസൺ അല്ലേ? സീസൺ താൻ. നമ്മൾ നിൽക്കുന്നൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഫുള്ള് ഇതാണ്, ഫുൾ ക്യാരറ്റ്. ഇങ്ങനെ ക്യാരറ്റ് മട്ടം എന്താണോ? വെള്ളുള്ളി, പൂണ്ട്. ഓക്കെ. എല്ലാം എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ക്യാരറ്റാണ് സെറ്റാക്കുന്നത്. ഇപ്പം എന്നാ സീസണാണ്? ഇപ്പം എന്തിൻ്റെ സീസണാണ്? പൂണ്ട് ക്യാരറ്റ് അല്ലേ? ഓക്കെ, ഉരുളക്കിഴങ്ങ്. ഇതെപ്പോഴാണ് ഇതിൻ്റെ ഇതെടുക്കുന്നത്, വിളവെടുക്കുന്നത്, പറിക്കുന്നത് എപ്പോഴാണ്? 4 months അല്ലേ? ഓക്കെ, 3 മാസമാകും. 3 മാസം അല്ലേ? 3 മാസം. 3 മാസമാകും കേട്ടോ ഈ സാധനം ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ക്യാരറ്റിൻ്റെയും പിന്നെന്താണ് ക്യാരറ്റിൻ്റെയും വെളുത്തുള്ളിയുടെയും സീസണാണ്. ഇപ്പം കിലോയ്ക്ക് എത്ര വിലയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? പൂണ്ട് 500. 1 കിലോ 500 ആണ് കേട്ടോ ഇവിടുത്തെ വിലയെന്ന് പറയുന്നത്. ക്യാരറ്റ്
800 200 1 കിലോ. ക്യാരറ്റും 1 കിലോയ്ക്ക് 200 രൂപയാണ് പ്രൈസ് പറയുന്നത്. ആണോ? അതാണ് കേട്ടോ. അത് തന്നെ നിങ്ങൾ അതാണ് കേട്ടോ. ഇത് പോട്ടെ ഏപ്രിൽ അല്ലേ? ഓക്കെ 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 ഏപ്രിൽ ആക്കി ഇട്ട സാധനമാണ്. ഇപ്പം 3 മാസമായത് ഇപ്പോൾ പറിച്ചേക്കുന്നത് കേട്ടോ. തമിഴ് കുറച്ചേ എനിക്ക് എടുത്തുള്ളൂ. തമിഴ് അധികം അറിയാതെ കേട്ടോ, കൊഞ്ചം അറിയും. അതാ ഇല്ല കൊഞ്ചം. മലയാളം അറിയാം, അറിയാതെ. ഹിന്ദി തരുവാ കൊഞ്ചം. അവർ അങ്ങനെയാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. പുള്ളിയുടെ പണിക്കുന്നത് അതാ അങ്ങേ എന്നെ ഇருக்கு ഇങ്ങതാ. ഓക്കെ എന്നാ താങ്ക് യു ചേച്ചി. ഓക്കെ ചേട്ടാ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം 3 മാസത്തിന് ശേഷമാണ് ഇത് വിളവെടുക്കുന്നത്. അപ്പം നമ്മൾ കണ്ടത് 3 മാസം ശേഷത്തിനുള്ള സംഭവമാണ് കണ്ടത്. കുതിര അവിടെ ഒറ്റയ്ക്ക് നിന്ന് എന്തൊക്കെയോ തിന്നുന്നത് കേട്ടോ. ഇത് വിളവെടുക്കുന്ന എവിടെ നിന്നെങ്കിലും ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചാടിപ്പോയാൽ. പക്ഷെ വിളവ് എപ്പോൾ എടുക്കുമെന്നൊന്നും അറിയത്തില്ല. ഇല്ല, അവിടെ ഒരു അണ്ണൻ നിൽക്കുന്നു. ആണൻ്റെ അടുത്ത് എത്തിയാലോ? അവിടെ എന്തോ പറിക്കുന്നവർ. എന്തായാലും ഇറങ്ങിപ്പോവാം.